ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വീണ്ടും ഒരു റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പം എന്താണ് റെസിപ്പി നമുക്ക് കാണാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോലെ ഭട്ടൂരിയാണ്. വെള്ളക്കടലൊക്കെ പൊതിർത്ത് വെച്ചതായിരുന്നു. അപ്പം നല്ലോണം പൊതിർന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പം നമുക്ക് ഇത് ആദ്യം ഒന്ന് വേവിക്കണം. ഇത് ഉരുളക്കിഴങ്ങും നമ്മൾ വേവിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നല്ല ടേസ്റ്റാണ് ചോലെ ഭട്ടൂരി. നല്ല ഈ വെള്ളക്കടല നമ്മൾ രാത്രി പൊതിർത്ത് വെച്ചതായിരുന്നു രാത്രി. അപ്പോൾ ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഇതുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിന് പിടിക്കൂല. വേവിക്കുമ്പോൾ തന്നെ ഉപ്പിടണം, എന്നാലേ അതിന് പിടിക്കും. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും വെച്ച് വേവിക്കാം. കുറച്ച് ഇതിൻ്റെ മേലെ വരുന്നത്ര വെള്ളം വെക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. നമുക്കിത് അടച്ച് വേവിക്കാൻ വെക്കാം. 2 വിസിൽ. നല്ല കുക്കറായതുകൊണ്ട് വേഗം പോകും. ചില പഴയ കുക്കറാകുമ്പോൾ അതൊരു 3 വിസിൽ വേണം. ഇത് നല്ല കുക്കറാണ്. അപ്പോൾ 2 വിസിലിൻ്റെ ആവശ്യമില്ല. വേവിക്കാം. നമുക്ക് 2 വിസിലടിച്ചാൽ നമ്മളെ കുക്കർ വിളിക്കും. കുക്കർ 2 വിളി വിളിക്കും. അന്നേരം നമുക്ക് ഓഫാക്കാം. നമ്മൾ ചോലെ ഭട്ടൂരയ്ക്ക് വേണ്ട വലിയ വെള്ളക്കടല പുഴുങ്ങി റെഡിയാക്കി വെച്ചു. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇത് റെഡി. അപ്പോൾ ഇതിന് വേണ്ടുന്ന മസാലകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല അമ്മിമെന്ന് അരക്കുന്നതാണ്. പക്ഷേ എങ്കിൽ ഇപ്പം ഞാൻ മിക്സിയിൽ അരക്കാം. മിക്സിയിൽ അരച്ചതിനെക്കാട്ടിയും ടേസ്റ്റ് നമ്മൾ അമ്മിയിൽ അരച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ മീഡിയം സൈസ് 2 ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി നമുക്ക് ഇതൊന്ന് ഒതുക്കിയെടുക്കാം. ഇത് നമ്മളൊന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കസ്കസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ അത് നമുക്ക് കസ്കസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഒപ്പം ഒരു കരിയാവില നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഇത് നമ്മുടെ ശരീരത്തിൽ പോകില്ല. അപ്പോൾ ഇത് ആഹാരത്തിന് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെതായ ഒരു സ്പെഷ്യലായിട്ട് ഇതിങ്ങനെ 2 കരിയാവില ഇട്ട് കൊടുക്കും. ഇതും കൂടി ഇഞ്ചി നമുക്ക് അരച്ച് വെച്ചതുണ്ട്. അതുകൊണ്ട് ഇഞ്ചി ഇടുന്നില്ല. അപ്പം ഇതും കൂടെ ഒന്ന് ഇടുന്നുണ്ട്. ഇത് അരച്ച് ഇത് അമ്മിമേൽ അരക്കണം എന്ന് പറഞ്ഞാൽ ഈ കസ്കസ് എല്ലാം അമ്മിമേലാകുമ്പോൾ നല്ലോണം അരഞ്ഞ് പേസ്റ്റായിട്ട് കിട്ടും. മിക്സിയിലാകുമ്പം അങ്ങനെ കസ്കസ് ഒന്നും അരയൂല. അപ്പം അമ്മിയിലാണ് ഏറ്റവും നല്ലത്. പിന്നെ അമ്മി പുറത്താറുള്ള. അതുകൊണ്ട് പിന്നെ ഇവിടെ രാത്രിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പോയില്ല. പിന്നെ ഇതിലേക്ക് എടുത്ത് ഇതിന് നമ്മൾ ഈ നിലക്കടലക്കയും കൂടി ചേർക്കും. അപ്പം നമ്മളിപ്പോൾ ഇല്ല, അതുകൊണ്ട് നിലക്കട ചേർക്കുന്നില്ല. ഇത് 3 കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി പേസ്റ്റാക്കി ഇതിൻ്റെ മേലെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക.
ഇതെല്ലാം ഒന്നിച്ചിട്ടു മിക്സ് ചെയ്യും. ഇതെല്ലാം കൂടി ഒന്ന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ടേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കടലൊക്കെ പൊങ്ങിക്കുന്നതിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് പുഴുങ്ങുന്നതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതിൽ കുറച്ച് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി നല്ലോണം മിക്സ് ചെയ്യും. മസാലകളും ഉള്ളിയും മസാലകൾ നന്നായി ചൂടായി. എണ്ണേണ്ടത് നമ്മൾ ഈ മുട്ടേൻ്റെ കളറിൻ്റെ ചപ്പാണ്. അതിൻ്റെ ഒരു നല്ല സ്മെല്ല് വരുമ്പോൾ നമുക്ക് ബാക്കി നമ്മൾ അടുത്തത് കരിയാമ്പിലേക്ക് ഇനി നമുക്ക് ഈ എടുത്ത് വെച്ച മിക്സാക്കിയ മസാല കരിയാമ്പിലും നല്ല പച്ചാൻ്റെ നല്ല എണ്ണയിൽ ഇതെല്ലാം നല്ലതായി. ഇനി നമുക്ക് എടുത്ത് വെച്ച മസാലകൾ എല്ലാം ഒന്നിച്ച് മുക്കിയടിച്ച് ചേർക്കാം. ഇത് 5 നിമിഷം അപ്പാട് അത് അടച്ച് വെക്കണം. ഒരു 2 മിനിറ്റേക്ക് അത് അടച്ച് വെക്കുക. എന്ന് വെച്ചാൽ അതിൻ്റെ ആ മണവും നല്ല മണം ഇതെല്ലാം അതിൻ്റെ അകത്ത് തന്നെ നിൽക്കുക, പുറത്ത് പോകാണ്ട് അതിൻ്റെ അകത്ത് തന്നെ നിൽക്കുക. അപ്പം നല്ല എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ മസാല നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ല സ്മെല്ലാണ് വരുന്നത്. അടിപൊളി നല്ല സ്മെല്ലില്ല, അടിപൊളി സ്മെല്ലാണ് വരുന്നത്. നല്ല മസാലയാണ് ഇതിൻ്റെ. ഇതിൻ്റെ അകത്ത് കടലയും കൂടി വേണ്ടതാ. കടലയും ഇതും അരക്കണം. ഇതിൻ്റെ കുറച്ച് കടല ആവശ്യമായിരുന്നു. കടലയില്ലാത്ത എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. നല്ല ഇതൊന്ന് പച്ചച്ചോയ മാറി വരുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചച്ചോയെല്ലാം മാറി. ഇനി നമ്മൾ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചച്ചോയന് ലേശം തക്കാളീൻ്റെ ഒരു പച്ചച്ചോയ അതുവരെ ഇളക്കി കൊടുക്കാം. തക്കാളി എല്ലാം മുന്നിൽ നല്ല ഇതേപോലെ നല്ല ബ്രൗൺ കളറായി ഇനി നമുക്ക് ഊരിച്ച് വെച്ച കടല നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കണം. നന്നായി എല്ലാം കൂടി മിക്സാക്കി കൊടുക്കാം.
ചപ്പാത്തിക്കും നല്ലതാണ്. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ വലിയ മൈദയും ആട്ടയും കൂടി വെറും മൈദയിലാക്കാം, വെറും ആട്ടയിലാക്കാം. നമ്മൾ മൈദയാണ് ഇതിൻ്റെ ഷേപ്പ്, മൈദേൻ്റെയാണ് ചോല ഭട്ടൂരി. അപ്പം പിന്നെ ആട്ടയും മൈദയും കൂടി നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വലിയൊരു കൂടി അങ്ങനെ, അതാണ് ചോല ഭട്ടൂരിന് പേര്. പിന്നെ ആവശ്യത്തിന് നമുക്ക് കുറച്ച് വെള്ളം, അപ്പോൾ വേറെ വെള്ളമൊന്നും വെച്ചില്ല, ഇതിൻ്റെ തിളപ്പിച്ച് വെച്ച ഇത് വേവിക്കാൻ വെച്ച വെള്ളമുണ്ട്. ആവശ്യത്തിന് മാത്രം ഒഴിച്ച് കൊടുക്കാൻ മതി, അധികം വേണ്ട. എല്ലാം കൂടി നല്ലോണം മസാലകളെല്ലാം ഉരുളക്കിഴങ്ങിനും കടലക്കൊക്കെ പിടിക്കാനാണ് നമ്മളിങ്ങനെ ഇത്രയും ഒഴിക്കുന്നത്. ഇത് പിന്നെ വറ്റിയിട്ട് നമുക്ക് എടുക്കാം. അപ്പം അതൊക്കെ അപ്പോൾ അടിച്ചു നോക്കാം. എന്നാൽ തുറന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റി അടിപൊളിയായി. നമുക്ക് ഓഫാക്കാം. കുറച്ച് ഗാർണിഷ് വലിച്ച മസാലയാണ് നല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ശരിക്കുള്ള കാര്യമാണ് അല്ലേ. റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോല ഭട്ടൂരയ്ക്ക് വേണ്ട നമ്മൾ ആട്ട കുഴച്ച് റെഡിയാക്കി വെച്ചിരുന്നു. ആട്ട കുഴച്ച് മൈദയും മാവും കൂടി മിക്സാക്കുക. വെറും മൈദയിലാണെങ്കിൽ വെറും മൈദയിൽ ചൂടുക, അതാണ് അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ വെറും മൈദയാകുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ ആട്ടയും കൂടിയാണ് അടുപ്പിച്ച് ഇങ്ങനെ കുറച്ച് വണ്ണത്തിലത് ഉണ്ടാകുക. നമ്മൾ അത്യാവശ്യത്തിന് നമുക്ക് വേണ്ടുന്നത് മാത്രം നമ്മൾ ഉണ്ടാക്കുന്നത്. ആട്ട അട വെച്ചാൽ മതി. നമുക്ക് മൂടി വെച്ചാൽ മതി. മൈദ ആട്ടയും കൂടി നേരെ പകുതി മിക്സ് ആക്കിയിട്ടാണ് ഇതെടുക്കുക. മൈദ ആയതുകൊണ്ട് കുറച്ച് കടകൾ ഇതൊരു ഇതായിട്ടുണ്ടാവും. ആട്ട പോലെയല്ല. അങ്ങനെ നമ്മുടെ ചോല ഭട്ടൂര എല്ലാം റെഡിയായി.
വട്ടവടേൻ്റെ ഐറ്റംസ് ഇത് രണ്ടും. അപ്പോൾ നമുക്കിത് കഴിക്കാൻ പോവാം. അപ്പോൾ എല്ലാവരും